ഒരു സാധാരണ IT എംപ്ലോയി ആളുടെ മെയിൽ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്നൊരു മെയിൽ വരുന്നു. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് റിസീവ്ഡ് ESOPs ഓഫ് അവർ കമ്പനി. ആൻഡ് ഹി വിൽ ബി ലൈക്ക്, അങ്ങനെ ESOP ഒക്കെ കിട്ടി ഞാനും കമ്പനിയുടെ ഷെയർ ഹോൾഡറായി എന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ചെറിയ തെറ്റിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. യെസ്, 10 ലക്ഷം രൂപ പെനാൽറ്റി, 6 മാസം മുതൽ 7 വർഷം വരെ ഇംപ്രസൺമെൻറ്റും കിട്ടാവുന്ന വലിയ വില. എപ്പോഴാണ് ഇത് വരുന്നത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്താലോ. നമ്മുടെ നാട്ടിലെ മിക്ക IT കമ്പനീസും ESOPs അല്ലെങ്കിൽ RSUs കൊടുക്കുന്നത് അവരുടെ ഫോറിൻ പേരൻറ്റ് കമ്പനിയുടെയാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഷെയർസ് ഇന്ത്യയിലെ ഒരു കമ്പനിയുടെ അല്ല, ഫോറിനിലുള്ള US-ലോ UK-ലോ ഏതെങ്കിലും ഒരു പുറം രാജ്യത്തുള്ള ഒരു കമ്പനിയുടെ ഷെയർസാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോഷറിൻ്റെ മാൻഡേറ്ററി ആപ്ലിക്കബിലിറ്റിയിലേക്ക് നിങ്ങൾ വരും. ഇങ്ങനെ നിങ്ങൾക്കൊരു ഫോറിൻ അസറ്റ് കിട്ടുമ്പോൾ നിങ്ങളൊരു റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസിൽ ഈ ഫോറിൻ അസറ്റ് നിങ്ങൾ മാൻഡേറ്ററി ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ഷെഡ്യൂൾ FA എന്ന ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫോറിൻ അസറ്റ്സ് ഉണ്ടോ ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഡീറ്റെയിലായി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായ ആവശ്യം വരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ഇൻകം കിട്ടും. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഈ ഷെയർ സെല് ചെയ്താൽ ആ സെയിലിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, നിങ്ങളൊരു റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്ലോബൽ ഇൻകം ഇന്ത്യക്ക് ടാക്സബിലിറ്റി റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകവും നിങ്ങൾ ഈ ഷെയർ സെല് ചെയ്യുമ്പോൾ വരുന്ന ക്യാപിറ്റൽ ഗെയിനും ഇന്ത്യയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻകമായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് അതിനും കൂടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ESOPs കിട്ടുമ്പോൾ നമ്മുടെ സാലറിയിൽ പെർക്വിസിറ്റ് വാല്യുവേഷനായിട്ട് ഇത് കൊണ്ടുവരികയും ഞങ്ങൾ ഓൾറെഡി ഇതിന് ടാക്സ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, വീണ്ടും എന്തിനാണ് ടാക്സ് അടയ്ക്കുന്നതെന്നാണ്. നിങ്ങൾ അടച്ചത് നിങ്ങൾക്ക് കിട്ടിയ ESOPsനെ പെർക്വിസിറ്റ് ആയിട്ട് ടാക്സ് ചെയ്തത് മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഈ അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ ഫോറിൻ അസറ്റ്സ് ആണ് അതിവിടെ ഡിസ്ക്ലോസ് ചെയ്യുക ITRൽ. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിങ്ങളുടെ ഫോറിൻ ഇൻകമാണ്. അത് ഷെഡ്യൂൾ FSIയിൽ ഫോറിൻ സോഴ്സ് ഇൻകത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഫോറിൻ അസറ്റ്സും ഫോറിൻ ഇൻകവും നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം ടാക്സ് റിട്ടേൺസിൽ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് മണി ആക്ടിൻ്റെ വയലേഷനാണ് ചെയ്യുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ബ്ലാക്ക് മണി ആക്ട് എന്ന് പറയുന്നത് വലിയ പൊളിറ്റീഷ്യൻസിനും വലിയ പണക്കാർക്കും ഒക്കെയാണ് ആപ്ലിക്കബിൾ എന്നാണ്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്സിലൂടെ നിങ്ങൾ പോലും അറിയാതെ അധോലോകമായി മാറുകയാണ്, ബ്ലാക്ക് മണി ആക്ടിൻ്റെ വയലേറ്റേഴ്സായി മാറുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപ പെനാൽറ്റിയും 7 വർഷം വരെ ഇംപ്രസൺമെൻറ്റും നിങ്ങൾക്കും ചിലപ്പോൾ തേടി വരാം. അതുകൊണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈ അസറ്റ്സും നിങ്ങളുടെ ഫോറിൻ ഇൻകവും കാണിക്കാൻ ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഫോറിൻ കമ്പനീസിൻ്റെ ESOPs RSUs അലൗട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ അവരെ രക്ഷിക്കാൻ പോകുന്നത് ബ്ലാക്ക് മണി ആക്ടിൻ്റെ വയലേഷൻ എന്നായിരിക്കാം. താങ്ക് യു.